നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും കണ്ണുനീരുകളും രോഗങ്ങളും ഒക്കെ വന്നു ഭവിക്കാറുണ്ട്. എന്നാൽ എപ്രകാരമാണ് ഇതിനൊക്കെ ഒരു ആശ്വാസം ലഭിക്കുക? നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളിൽ നിന്നൊക്കെ എപ്പോഴാണ് ഒരു മോചനം ലഭിക്കുക എന്നൊക്കെ ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെ നമ്മുടെ ഇടയിലില്ല. അപ്രകാരം ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, ജീവിതത്തിൽ എപ്രകാരമാണ് ഉയർച്ച സാധ്യമാകാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറി ഫലപ്രകാരം നോക്കുവാനായിട്ട് പോകുന്നത്. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രമെന്ന് പറയുന്നത് തൊട്ടാവാടിയുടെയും രണ്ടാമത്തേത് ആലിലയുടെയും ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടതയുടെ നിമിഷങ്ങളും എല്ലാത്തിനും ഒരു മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും. നൽകിയിരിക്കുന്ന ചിത്രത്തിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ തൊട്ടാവാടി പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഒരുപാട് നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദുരന്തങ്ങളില്ല എന്ന് തന്നെ പറയാം. ഒരു രോഗങ്ങളോ പ്രയാസങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലുമ്പോൾ അതിൽ 7 ഇരട്ടിയായിട്ട് മറ്റു പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാറുണ്ട്. എന്നാൽ പ്രാർത്ഥനയുണ്ട്, ഈശ്വര വിശ്വാസമുണ്ട്. പക്ഷേ എപ്പോഴും കഷ്ടങ്ങളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഒത്തിരി പേർ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങളിലും നിങ്ങളുടെ പ്രതിസന്ധികളിലും ഒക്കെ നിങ്ങൾക്ക് ആശ്വാസമായൊക്കെ അവരിയ്ക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല വീഴ്ചകളും പല ദുരിതങ്ങളും പല ദുഃഖങ്ങളും ഒക്കെ പ്രയാസത്തിലോട്ടും പ്രതിസന്ധിയിലോട്ടും അല്ലാതെ മറ്റൊന്നിലേക്കും മാറിപ്പോകുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമായ ഒരു കാര്യമാണ്. എപ്രകാരമാണ് ഇതിനെയൊക്കെ ഒന്ന് മാറ്റാൻ കഴിയുക, സമൂഹത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത്, ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാക്കാൻ കഴിയുന്നത് എന്ന് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കാറും അതുപോലെ പലപ്പോഴും നിങ്ങൾ ആലോചിക്കാറുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അലട്ടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമാണ് ഇന്നത്തെ തൊടുകുറി ഫലം എന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാം. എവിടെയൊക്കെ നിങ്ങൾ തകർന്നു പോയോ, എവിടെയൊക്കെ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചോ അവിടെ നിന്നൊക്കെ ഒരു ഉന്നമനം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുമെന്നതിനും യാതൊരു സംശയവുമില്ല. വരുന്ന ഒരു 3 ആഴ്ചയ്ക്കകം ചെറുതും വലുതുമായി നിങ്ങളുടെ ജീവിതത്തെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള എല്ലാ കഷ്ടതകൾക്കും ഒരു ആശ്വാസവും പരിപൂർണ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒത്തിരി പേർ ഇന്നും കഷ്ടതയോടും വേദനയോടും കൂടി ജീവിക്കുന്നുണ്ട്. പരാതികളും പരിഭവവും ഇല്ലാതെ ജീവിക്കുന്നവരുമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങളുടെ കണ്ണുനീരുകളോ പ്രയാസങ്ങളോ മറ്റൊരു വ്യക്തിക്ക് മുന്നിലും തുറന്നു പറയുവാനായിട്ട് ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ നല്ല ദാനങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ നിങ്ങളിൽ ഒതുക്കി ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർ. എന്നാൽ എന്തിൻ്റെയൊക്കെയോ ഭാഗ്യദോഷമോ അല്ലെങ്കിൽ കഷ്ടതയുടെ അനുഭവങ്ങളോ ഒക്കെ കാരണം ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നുണ്ട്, ധാരാളം വേദനകൾ കടന്നു വരുന്നുണ്ട്. പ്രയാസങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഒളിച്ചോടുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കടന്നു വരുന്നുണ്ട്. ആരും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെയോ ആരും നിങ്ങളുടെ പ്രയാസങ്ങളെയോ മനസ്സിലാക്കാതെ നിങ്ങളോട് പെരുമാറുന്ന അവസ്ഥകൾ. എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ പരിഹാരപ്പെടുവാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഈശ്വര വിശ്വാസം എപ്പോഴും മുറുകെ പിടിക്കുക. വലിയ സ്വപ്നങ്ങളും വലിയ ആഗ്രഹങ്ങളും ഒക്കെ ഒരല്പം സാവധാനം എടുത്ത് മാത്രമേ നിങ്ങളുടെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നുമൊക്കെ അത് മാഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, ആലിലയാണ്. ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം ദേഷ്യ സ്വഭാവമുള്ള എന്നാൽ ജീവിതത്തിൽ വളരെയധികം ഗൗരവം കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും പരസ്പര വിശ്വാസത്തോടും പരസ്പര ആശയത്തോടും കൂടിയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ.
അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഏറ്റവും കൂടുതൽ നിങ്ങൾ കൂടെ നിർത്തുന്നതുമായ ഒത്തിരി പേർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അവരൊക്കെ നിങ്ങളെ കഷ്ടതയിൽ സഹായിക്കാറുണ്ട്. അവരുടെ കണ്ണുനീരും പ്രയാസമൊക്കെ നിങ്ങളോട് പറയാറുണ്ട്. എന്നാൽ ഇതിൽ ഒരു 30% പേർക്കും പലപ്പോഴായിട്ട് നിങ്ങളെ പറ്റിക്കുന്ന അനുഭവങ്ങളുണ്ട്. അതായത് അമിതമായ വിശ്വാസം കൂട്ടുകാരിലോ അല്ലെങ്കിൽ മറ്റു ബന്ധുമിത്രാദികളുടെ പക്ഷത്തോ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരാൽ നിങ്ങൾ കേൾക്കുന്ന ചെറുതും വലുതുമായ അപമാനങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളെ പറ്റിക്കപ്പെടുത്തുന്ന അവസ്ഥകൾ, സാമ്പത്തിക മേഖലയിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ഈ ബുദ്ധിമുട്ടുകളും ഈ പ്രയാസങ്ങളും മാറുവാനും ഈശ്വര സഹായത്താൽ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളെ തരണം ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായ കാര്യങ്ങളും. എന്നാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ സാധ്യമാകും. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാകുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും. പലപ്പോഴും രോഗബാധിതകളാൽ ഭാരപ്പെടുന്ന വ്യക്തികളായിട്ട് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കടഭാരം കൊണ്ട് തിങ്ങി നിറയുന്ന ഒരു അവസ്ഥയിൽ മാനസിക സംഘർഷങ്ങളോടുകൂടി ജീവിതത്തിൽ ഇനി ഒന്നിനും വഴി തെളിയില്ല എന്ന് ആലോചിക്കുന്ന സമയങ്ങളിൽ പോലും നിങ്ങൾ തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനും അതുപോലെ നിങ്ങളിൽ ഈശ്വര വിശ്വാസം കൂടുതൽ ഉണ്ടാകുവാനും ഒക്കെ ആയിട്ട് പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല മാർഗം. അപ്രകാരം ആ പ്രാർത്ഥനയും ആ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആഗ്രഹങ്ങളും ഒക്കെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വിശ്വാസം വരികയുള്ളൂ, ജീവിതത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാണോ തളർന്നു പോകുന്നത് അവിടങ്ങളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭ്യമാകുവാനും അതുപോലെ തന്നെ ഈശ്വര സഹായത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ പോകുവാനും ഒക്കെ ആയിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. പലപ്പോഴും പല സാഹചര്യത്തിലും മറ്റുള്ളവർ നിങ്ങളെ തള്ളിപ്പറയുന്ന അനുഭവം ഉണ്ടാകും, വേദനിക്കുന്ന അനുഭവം ഉണ്ടാകും. ഒരുപാട് മത്സര പരീക്ഷകളിലൊക്കെ നിങ്ങൾ ഏറ്റവും അവസാനം വരുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ടാകും. ഒരു കാരണവശാലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട. എത്രയും വേഗം നിങ്ങളുടെ കഷ്ടതകളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിമറിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കുമെന്നതിനും യാതൊരു സംശയവും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 തൊടുകുറി ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. പലർക്കും ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകും. എവിടെയൊക്കെയാണോ നിങ്ങൾ അപമാനിക്കപ്പെട്ടത് അവിടെ നിന്നൊക്കെ ഒരു ഉയർച്ചയുണ്ടാകുമെന്ന് എപ്പോഴും പറയുകയാണ്. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.